നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി ലൈനിലുണ്ട്, സംസാരിക്കേ. ആന്റി ഫോൺ മേടിക്കാൻഡി, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ആന്റി എന്തിനിങ്ങനെ വാശി കാണിക്കുന്നത്? ഭക്ഷണവും മരുന്നും കഴിക്കാതിരുന്ന അസുഖം കൂടുതലേ ഉള്ളൂ. കൂടിയാൽ എന്താ കുഴപ്പം? ചിലപ്പോ ഞാനങ്ങ് ചാവുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. നീ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലോ. രോഗത്തോട് പോലും പടവെട്ടി എന്റെ മരണം ഞാൻ നീട്ടിക്കൊണ്ടു പോയത് തന്നെ ഗൗതമിന്റെ വായിന്ന് അമ്മ എന്നൊരു വിളി അതേ സ്നേഹത്തോടെ കേൾക്കാൻ വേണ്ടിയായിരുന്നു. ആ ആഗ്രഹം നീ സാധിച്ചു തരാന്ന് വാക്കു പറഞ്ഞിട്ട് ഇപ്പൊ നീ അതിന്ന് പിന്മാറിയില്ലേ? അപ്പൊ പിന്നെ പട്ടിണി കിടന്ന് ചാവാന്ന് വിചാരിച്ചു. എന്താ എന്റെ ഇത്? ഇപ്പൊ എന്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചു. ഒരു പ്രതീക്ഷയില്ലാതെ എന്തിനു വേണ്ടിയാ ഞാൻ ജീവിച്ചിരിക്കേണ്ടത്? മരിക്കുന്നല്ലേ നല്ലത്. ആന്റി ഇപ്പൊ ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്ക്, ഞാൻ വരാം. ഞാൻ വന്ന് ആന്റിയെ കണ്ട് സംസാരിക്കാം. നീ തനിച്ചാണെങ്കി ഇങ്ങോട്ട് നീ എന്നെ കാണാൻ വരണ്ട. നീ വരികയാണെങ്കി ഗൗതം കൂടെ ഉണ്ടാവണം. അതും ഞാൻ അവന്റെ പെറ്റുമയാണെന്ന് അറിയിച്ചതിന് ശേഷം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. ഫോൺ വെച്ചേക്ക്. ഹലോ ആന്റി, ഹലോ. എന്താ? എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, എനിക്ക് നിന്നോട് ഒന്നല്ല, ഒരുപാട് ചോദിക്കാനും പറയാനും ഉണ്ട്. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു, മറ്റാരും അറിയാനും പാടില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ ദയവേത് അമ്മ എനിക്ക് അനുവാദം തരണം. വീണ്ടും നിനക്ക് ശിവാനിയുടെ തിരിച്ചുവരവായിരിക്കും ആഗ്രഹം, അല്ലേ? അയ്യോ അല്ല, ഞാൻ പറയാൻ വന്നത് നിർമ്മലാന്റിയുടെ കാര്യമാണ്. നിർമ്മലാന്റി ഭക്ഷണമോ മരുന്നോ കഴിക്കാതെ ആശുപത്രിയിൽ പട്ടിണി കിടക്കുകയാണെന്ന് നിഖില് വിളിച്ചു പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആന്റിയുടെ ജീവൻ പോലും അപകടത്തിലാവുമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ഗൗതമിനോട് ആന്റിയാണ് പെറ്റമ്മ എന്ന സത്യം ഞാൻ ഗൗതമിനോട് പറയാത്തതുകൊണ്ട് ആന്റി ഇവിടെ പട്ടിണി കിടക്കുന്നത്. ഗൗതം ഒരു സത്യം അറിയരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അതൊന്ന് ഞാൻ തിരുത്തിക്കോട്ടെ. ഞാൻ എല്ലാം ഗൗതമിനോട് പറഞ്ഞോട്ടെ അമ്മ. നിന്റെ ചെകിടടിച്ചു പൊട്ടിക്കും ഞാൻ, പറഞ്ഞേക്കാം. നീ എന്താ ധരിച്ചു വെച്ചേക്കുന്നത്? ഏത് കാര്യം ഗൗതം അറിയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറയാനുള്ള അനുവാദം നീ എന്നോട് തന്നെ ചോദിക്കുന്നോ? എന്റെ ജീവൻ പോയാലും ഞാൻ ഇതിന് സമ്മതിക്കുന്നു നീ വിചാരിക്കണ്ട. അമ്മ പ്ലീസ്, ഈ പേരും പറഞ്ഞ് നിർമ്മലാന്റി അവിടെ പട്ടിണി കിടന്ന് ചാവും. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? പട്ടിണി കിടന്ന് കാണിച്ച് മരിക്കുമെന്ന് പേടിപ്പിച്ച് നിർമ്മലയ്ക്ക് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ കളിയുമായിട്ട് നീ എന്റെ അടുത്തേക്ക് വരണ്ട. ഗൗതം എന്റെ മോനാ. അവന്റെ മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് ഒരുത്തേയും വരാൻ ഞാൻ അനുവദിക്കില്ല. നീ ചെന്ന് അവളോട് പറഞ്ഞേക്ക്. അമ്മേ, ഈ സിറ്റുവേഷൻ അമ്മയൊന്ന് മനസ്സിലാക്കണം. നിർമ്മലാന്റി ഏത് സമയവും എന്തും സംഭവിക്കുന്നുള്ള അവസ്ഥയില. നിർമ്മലാന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ സത്യം ഗൗതം അറിഞ്ഞാലോ? അന്ന് അമ്മയാണത് പറയാൻ തടസ്സം നിന്നതെന്ന് ഗൗതം മനസ്സിലാക്കിയാലോ? നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിർമ്മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എല്ലാം ഗൗതമിനോട് പറഞ്ഞു കൊടുക്കുന്നല്ലേ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്? അയ്യോ, അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായ അതിന്റെ ശാപം നമ്മളെ വിട്ട് മാറില്ല എന്ന് പറഞ്ഞതാ ഞാൻ. ശാപത്തിന്റെയും പാപത്തിന്റെയും കണക്ക് പറഞ്ഞ് നീ എന്റെ മനസ്സിളക്കാന്നൊന്നും കരുതണ്ട. ഈ കാര്യത്തിൽ സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് എന്റെ കാല് പിടിച്ചാ പോലും വഴങ്ങില്ല ഞാൻ. പിന്നെയല്ലേ നീ
നീ നിന്റെ പാടി നോക്കി പോ. ഇപ്പോഴും നീ ഇവിടെ ഇങ്ങനെ കരഞ്ഞും വിളിച്ച് ഇരിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നീ ഒരു വക കഴിച്ചിട്ടില്ല. അത് ഓർമ്മ വേണം. എനിക്കൊന്നും വേണ്ടമ്മേ, ഇറങ്ങൂല. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. ഈശ്വരമംഗലത്തുകാർക്ക് നിന്നെ ഇനി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അമ്മ പറഞ്ഞത് സത്യം. സ്വന്തം തെറ്റുകൾ ബോധ്യപ്പെട്ട് തിരുത്താൻ ശ്രമിച്ചാലും ഒരിക്കൽ കള്ളി എന്ന പേര് വീണു പോയവളാ ഞാൻ. ആ പേരിനി ആരും തിരുത്തി വിളിക്കാൻ പോകുന്നില്ല. പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞ് അഭിനയിച്ച് കഴുത്തിൽ താലി കെട്ടിയവനെ പോലും ചതിച്ചവളല്ല ഞാൻ. എനിക്കാരും മാപ്പ് തരില്ല. ഇനി ഈ ജന്മത്തെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ചെയ്തു പോയ തെറ്റുകൾക്കും വേണ്ടാദീനങ്ങൾക്കും ദൈവത്തോട് മാപ്പിരുന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ. അതിനുവേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കാൽമുട്ടിലെഴഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. അമ്മയ്ക്കറിയോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പ്രണവിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞ ദിവസം ഇന്ന്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രസാദം കൊണ്ട് ഞാൻ പ്രണവിനെ കാണാൻ പോയി. വേറെ ഒരു ഉദ്ദേശവും എനിക്ക് ഉണ്ടായിരുന്നില്ല അമ്മ. എന്നെ സ്വീകരിക്കണമെന്ന് പോലും ഞാൻ പ്രണവിനോട് പറഞ്ഞില്ല. എന്നിട്ടും തെരുവ് പട്ടി ആട്ടി ഓടിക്കുന്ന പോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രണവനെ അപമാനിച്ച് ഇറക്കി വിട്ടു ഓഫീസിൽ നിന്ന്. സാരല്ലേ, അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തവളല്ല ഞാൻ. ആരോടും ദേഷ്യമില്ല എനിക്കിപ്പോ. ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥയും. അത്രയ്ക്ക് കാണിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ജീവിതത്തില്. മോളെ, ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം ശിവാനി? ജീവിക്കേണ്ട സമയത്ത് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് എല്ലാവരും പറഞ്ഞതല്ലേ? അന്ന് നീ കേട്ടോ? ഇല്ലല്ലോ. എല്ലാം കൈവിട്ടു പോയിട്ട് നീ അമ്പലത്തിൽ ചെന്ന് മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞു നിലവിളിച്ചിട്ടും എന്താ കാര്യം? നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇനി കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മായി പറഞ്ഞതൊരു വലിയ സത്യം. ജീവിതത്തിലെ തെറ്റുകൾ മാത്രം ചെയ്തവളാ ഞാൻ. എല്ലാ കാര്യത്തിലും എന്റെ കൂടെ കൂട്ടുനിന്ന് എന്റെ അമ്മ പോലും എന്നെ കൈവിട്ടില്ലേ? അച്ഛൻ വെറുത്തില്ലേ?